നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. യുവതികളുടെ ശബരിമല ദർശനം. പ്രതിഷേധം ശക്തം. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ BJP യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ പിണറായി സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. വിഷയത്തിൽ ഇടത് സർക്കാരിന് കിട്ടുന്ന തിരിച്ചടി വലുതാണെന്ന് ഭാവി ബോധ്യപ്പെടുത്തുമെന്നും K. സുധാകരൻ. വനിതാ മതിലിൽ അണിചേർന്ന സ്ത്രീകളുടെ മഹാപ്രവാഹത്തിൽ സമനില തെറ്റിയാണ് BJP RSS സംഘപരിവാർ സംഘം ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതെന്ന് LDF ജില്ലാ നേതാക്കൾ. സംഘപരിവാർ ഫാസിസ്റ്റ് ശൈലിയെ ജില്ലയിലെ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും LDF നേതാക്കൾ. ജില്ലയിൽ വനിതാ മതിലിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് അണങ്കൂരിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിത ഇടപെടലിനെ തുടർന്നാണ് തീപിടുത്തത്തിൽ ആളപായമുണ്ടാകാതിരുന്നത്. ഉപ്പള റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് HRPM സായാഹ്ന ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇതിനിടെ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി. ബുധനാഴ്ച പുലർച്ചെ ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ശബരിമല കർമ്മസമിതി സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താലിന് BJPയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവതി പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ 2 ദിവസം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല വിഷയം മുൻനിർത്തി BJP നടത്തുന്ന 7ാമത്തെ ഹർത്താലാണിത്. എന്നാൽ ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കാസർഗോഡ് ജില്ലയിലെ കടകൾ ഹർത്താൽ ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. അടിക്കടിയുണ്ടാകുന്ന ഹർത്താലുകൾ വ്യാപാര മേഖലയെ തകർക്കുവാൻ കാരണമാകുന്നുവെന്നും കടകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടെന്നും അതിനാൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വ്യാഴാഴ്ച തുറന്നു പ്രവർത്തിക്കുമെന്നും ജില്ലയിലെ വ്യാപാരി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. യുവതികൾ ശബരിമല ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ BJP യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. KSTP പാതയിലെ ചളിയംകോട്, കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലെ കറന്തക്കാട് എന്നിവിടങ്ങളിലാണ് റോഡ് ഉപരോധിച്ചത്. യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതായുള്ള വാർത്തകൾ പരന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി BJP യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. പ്രകടനങ്ങളായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് റോഡ് ഉപരോധമായി മാറി. മംഗലാപുരം കാസർഗോഡ് ദേശീയപാതയിൽ കറന്തക്കാട്, KSTP പാതയിൽ ചളിയങ്കോട്, നുള്ളിപ്പാടി ദേശീയപാത എന്നിവിടങ്ങളിലാണ് റോഡ് ഉപരോധിച്ചത്. യുവതീ പ്രവേശത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നഗരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം നടന്നു. കറന്തക്കാട് നിന്നും ആരംഭിച്ച പ്രകടനം നുള്ളിപ്പാടിയിലെത്തി തിരിച്ച് നഗരം ചുറ്റി കറന്തക്കാട് സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ജില്ലയുടെ മറ്റ് പല കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN.
ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ പിണറായി സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. വിഷയത്തിൽ ഇടത് സർക്കാരിന് കിട്ടുന്ന തിരിച്ചടി വലുതാണെന്ന് ഭാവി ബോധ്യപ്പെടുത്തുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ ശബരിമലയിലെ ഈ തീർത്ഥാടനത്തോടും ശബരിമലയിലെ ഈ ആചാരാനുഷ്ഠാനങ്ങളോടും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അദ്ദേഹത്തിന്റെ അഭിപ്രായവും എത്ര നീചമാണ് എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥിരീകരണം. ഒരു കാര്യം ഉറപ്പല്ലേ, മറ്റാരും സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് കയറി എന്ന് മുഖ്യമന്ത്രി പറയണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിനൊക്കെ തറിവുണ്ട് എന്നല്ലേ അർത്ഥം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു കള്ളനെ കൊണ്ടുപോകുന്നത് പോലെ പോലീസുകാർ കൊണ്ടുപോയി അമ്പലത്തിന്റെ മുൻപിൽ നിന്ന് തൊഴുതോ എന്ന് പോലും അറിയില്ല, അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് അതൊരു വലിയ വിജയമായിട്ടാണ് പിണറായി വിജയൻ ഈ സ്ഥിരീകരണം നടത്തുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ തിരിച്ചടി എത്ര വലുതാണെന്ന് ഭാവി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. വനിതാ മതിലിൽ അണിചേർന്ന സ്ത്രീകളുടെ മഹാപ്രവാഹത്തിൽ സമനില തെറ്റിയാണ് BJP RSS സംഘപരിവാർ സംഘം ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതെന്ന് LDF ജില്ലാ നേതാക്കൾ. സംഘപരിവാർ ഫാസിസ്റ്റ് ശൈലിയെ ജില്ലയിലെ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും LDF ജില്ലാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വനിതാ മതിലിൽ അണിനിരക്കുവാനെത്തിയ പ്രവർത്തകർക്ക് നേരെ BJP RSS സംഘപരിവാർ സംഘങ്ങൾ വ്യാപകമായ അക്രമമാണ് അഴിച്ചുവിട്ടതെന്ന് LDF ജില്ലാ നേതാക്കൾ പറഞ്ഞു. ചേറ്റുകുണ്ട്, കുതിരപ്പാടി, തട്ടുമ്മൽ, കാട്ടുമാടം എന്നിവിടങ്ങളിൽ നടന്ന അക്രമങ്ങളിൽ 27ഓളം പേർക്ക് പരിക്കേറ്റു. വനിതാ മതിലിന് എത്തിച്ചേർന്നവർ സഞ്ചരിച്ച ബസ്സുകൾക്കും കാറുകൾക്ക് നേരെയും അക്രമമുണ്ടായി. ചേറ്റുകുണ്ടിൽ മുളകുപൊടി വിതറി പുല്ലിന് തീയിട്ടാണ് അക്രമം നടത്തിയത്. ഇത്തരത്തിൽ വനിതാ മതിലിനെതിരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ അക്രമമാണ് ഉണ്ടായത്. BJP നേതൃത്വത്തിന്റെ സമനില തെറ്റിയ നിലപാടുകളാണ് അക്രമത്തിന് പ്രചോദനമേകിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അക്രമത്തിന് പ്രേരിപ്പിച്ച BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. വനിതാ മതിൽ വളരെ ആവേശകരമായിരുന്നു, വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ ഈ വനിതാ മതിലിൻ്റെ അണിചേർന്ന സ്ത്രീകളുടെ പങ്കാളിത്തം കണ്ട് BJP ജില്ലാ നേതൃത്വത്തിന് സമനില തെറ്റിയിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ആ സമനില തെറ്റിയ BJP RSS സംഘപരിവാർ സംഘടിതമായി ക്രൂരമായ അക്രമമാണ് അവരുടെ ചില ശക്തി കേന്ദ്രങ്ങൾ നടത്തിയത്. അതാണ് ചേറ്റുകുണ്ടിൽ അരങ്ങേറിയ അങ്ങേയറ്റം ക്രൂരമായ സംഭവമാണ്. ക്രിമിനൽ മനോഭാവമുള്ള ജില്ലയിലെ BJP പലതവണ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും സമാധാനത്തിന് വേണ്ടിയുള്ളതല്ല, അങ്ങേയറ്റ അപക്വമായ നിലയിൽ എല്ലാവിധ അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതൃത്വമാണ് ദൗർഭാഗ്യവശാൽ ജില്ലയിലെ BJPക്കുള്ളത്. LDF ജില്ലാ നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, K രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ വനിതാ മതിലിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നഗരം ചുറ്റിയ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം V രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളം നേടിയെടുത്ത ആ സാമൂഹ്യ മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ എല്ലാം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, വളരെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെയും RSSന്റെയും BJPയുടെയും ആളുകൾ ഈ സംസ്ഥാനത്ത് നടത്തുകയും ഈ സംസ്ഥാനത്ത് കേരളത്തിൽ കലാപമുണ്ടാക്കി ശബരിമലയുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും കലാപമുണ്ടാക്കാനുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വനിതാ മതിൽ എന്ന മഹത്തായ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ കേരളീയ പൊതുസമൂഹത്തിൽ പ്രചാരണം നടത്തിയത്. നേതാക്കളായ KM മുഹമ്മദ് ഹനീഫ, മുനീർ കണ്ടാളം, M സുമതി, ഹസൈനാർ നുള്ളിപ്പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പള്ളിക്കര ചേറ്റുകുണ്ടിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് 3 കേസുകളിലായി 500 പേർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വനിതാ മതിലിനിടെയാണ് ചേറ്റുകുണ്ടിൽ അക്രമ സംഭവങ്ങളുണ്ടായത്.
പള്ളിക്കര ചേറ്റുകുണ്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വനിതാ മതിലിനിടെയുണ്ടായ പ്രശ്നങ്ങൾ സംഘർഷത്തിലും പോലീസ് വെടിവെപ്പിലും കലാശിക്കുകയായിരുന്നു. അക്രമത്തിലും കല്ലേറിലുമായി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അക്രമത്തിൽ പോലീസ് വാഹനവും സ്വകാര്യ വാഹനങ്ങളും വീടുകളും തകർത്തു. പെട്ടിക്കടകൾക്കും ഹോട്ടലുകൾക്കും നേരെ തീവെപ്പുണ്ടായി. കുഴപ്പക്കാരെ പിരിച്ചുവിടുവാൻ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. ഗ്രനേഡുകളും ടിയർ ഗ്യാസുകളും പ്രയോഗിച്ചു. സമീപത്തെ റെയിൽപാളത്തിലെ പുല്ലുകൾക്കും വയലിലെ ഉണങ്ങിയ പുല്ലുകൾക്കും പെട്രോൾ ഒഴിച്ച് തീവെച്ചതിനെ തുടർന്ന് പുക ഉയരുകയും വനിതാ മതിലിൽ പങ്കാളികളായ സ്ത്രീകൾ പരിഭ്രാന്തരാവുകയുമായിരുന്നു. എന്നാൽ വനിതകൾ പിന്മാറില്ലെന്നറിഞ്ഞതോടെ കല്ലേറുണ്ടായി. ഇതോടെ പോലീസും CPM പ്രവർത്തകരും ചേർന്ന് വനിതകളെ പോലീസ് വാഹനത്തിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. കല്ലേറ് നടത്തിയവരെ നേരിടുവാൻ CPM പ്രവർത്തകരും സംഘടിച്ചതോടെ സംഘർഷം രൂക്ഷമായി. സ്ഥിതിഗതികൾ നിയന്ത്രണം വിട്ടതോടെ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിക്കുകയുമായിരുന്നു. CPM പ്രവർത്തകരും BJP പ്രവർത്തകരും പരസ്പരം കല്ലുകളും കുപ്പികളും വടികളും വലിച്ചെറിഞ്ഞു. ഇതിനിടയിലാണ് പോലീസ് വാഹനവും സ്വകാര്യ വാഹനങ്ങളും തകർക്കപ്പെട്ടത്. വീടുകൾക്ക് നേരെയും പരക്കെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പെട്ടിക്കടകൾക്ക് ഒരു സംഘം തീയിടുകയും ചെയ്തു. അയറോട്ടെ ഷെയ്മ നാരായണൻ, യശോദ, കള്ളാറിലെ റുക്കിയ, ലീല, രാഖി, ശോഭ, ജനാർദ്ദനൻ, രാജൻ എന്നിവർക്ക് കല്ലേറിൽ പരിക്കേറ്റു. ബേക്കൽ SI PK വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, രോഹിത് എന്നിവർക്കും പരിക്കേറ്റു. BJP പ്രവർത്തകൻ സതീശനും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് അണങ്കൂരിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച ലക്ഷങ്ങളുടെ നാശനഷ്ടം. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിത ഇടപെടലിനെ തുടർന്നാണ് തീപിടുത്തത്തിൽ ആളപായം ഉണ്ടാകാതിരുന്നത്. അണങ്കൂരിലെ ഗ്രീൻ പാർക്ക് അപ്പാർട്ട്മെന്റിലാണ് ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകളും 8 ഇരുചക്ര വാഹനങ്ങളും ഫർണിച്ചറുകളും ഉപകരണങ്ങളും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കെട്ടിടത്തിനകത്തുണ്ടായിരുന്നവരെ പുറത്തെത്തിക്കുകയായിരുന്നു. വഹാബ്, അസീസ്, മുഹമ്മദ് ഹനീഫ, ഷെരീഫ്, നവാസ് മാസ്റ്റർ, കൈസ്, അഷ്റഫ്, കുന്നിൽ അബൂബക്കർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്ന് സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഫ്ളാറ്റുകളിലെ വയറുകളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. വിവരമറിഞ്ഞ് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു, കാസർഗോഡ് ASP D ശില്പ തുടങ്ങിയവരും സ്ഥലത്തെത്തി. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള നയാ ബസാറിൽ രൂക്ഷമായ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പോലീസ് ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാസങ്ങളായി പ്രദേശത്ത് ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. കഞ്ചാവ് ലഹരിയിൽ സംഘം ചേർന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും പതിവായിട്ടുണ്ട്. സ്കൂൾ ബസ് തടഞ്ഞു നിർത്തി വിദ്യാർത്ഥിനികളെ ഇറക്കിക്കൊണ്ടുപോകുന്നതും ചോദ്യം ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് നേരെ വധഭീഷണി മുഴക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഈയിടെ സംഘത്തിനെതിരെ നാട്ടുകാർ സംഘടിക്കുകയും ഒരാളെ അടിച്ചോടിക്കുകയും ചെയ്ത സംഭവത്തെ മണൽ മാഫിയ ആക്രമിച്ചെന്ന് വരുത്തി തീർത്തതായും നാട്ടുകാർ പറഞ്ഞു. അതേസമയം ഈ യുവാവിൻ്റെ മൊബൈൽ ഫോണിൽ നിരവധി പെൺകുട്ടികളുടെ പലതരത്തിലുള്ള 300ഓളം ഫോട്ടോകൾ കണ്ടെത്തിയിട്ടുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. കഞ്ചാവ് മാഫിയക്കെതിരെ പ്രദേശത്തെ 300ഓളം ആളുകളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയിട്ടുണ്ടെന്നും ഇത് വെച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ബിസിനസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പേര് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കച്ചവടക്കാരെ ശല്യം ചെയ്യുന്നതും പെൺകുട്ടികളെ ശല്യം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രതി ഹോസ്പിറ്റലിൽ പോയിട്ട് മൊബൈലിൽ ചെക്കാൻ 100-300ഓളം വീടുകളിൽ പെൺകുട്ടികളെ ഫോട്ടോ കാണാൻ പറ്റും. അപ്പം അതിനെതിരെയാണ് നാട്ടുകാർ യുവാക്കളെല്ലാം ഇറങ്ങിയിട്ട് പരിഹാരം കാണുമെന്നാണ് റഫീഖ് പാറകട്ട, മുഹമ്മദ് കണ്ണങ്കള, അബൂബക്കർ, മുഹമ്മദ് ഹനീഫ്, ഇബ്രാഹിം ഖലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് HRPM സായാഹ്ന ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഉപ്പളയിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ റിസർവേഷൻ സൗകര്യം, നേത്രാവതി, മാവേലി, ഏറനാട് എക്സ്പ്രസുകൾക്ക് ഉപ്പളയിൽ സ്റ്റോപ്പ് അനുവദിക്കൽ, ഉപ്പള ടൗണിനെ തീരദേശവുമായി ബന്ധിപ്പിക്കുവാനുള്ള അടിപ്പാത നിർമ്മിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ റെയിൽവേ അധികൃതർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്.
ഉപ്പള റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ.ബി. മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ഒരുപാട് അത്യാവശ്യമുള്ള ട്രെയിനുകൾ ഇവിടെ നിർത്തണം. നമുക്കറിയാലോ, റോഡിന്റെ വീതി കൂടുന്നില്ല, വാഹനങ്ങളുടെ ബാഹുല്യം കൂടുകയാണ്. അങ്ങനെ റോഡിൽ തിക്കും തിരക്കുമായിട്ട് കൃത്യസമയത്ത് പാസഞ്ചേഴ്സിന് എത്താൻ കഴിയുന്നില്ല, ജോലിക്ക് എത്താൻ കഴിയുന്നില്ല. ഈ ഉപ്പളയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് എത്താൻ ആകെയുള്ള ഒരു ആശ്രയം ഈ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ അവർക്ക് വേണ്ടി ഏത് സമയത്തും നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് അധികാരി വർഗങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. HRPM മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രാഘവ ചേരാൽ അധ്യക്ഷത വഹിച്ചു. KF ഇക്ബാൽ, അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, അസീം മണിമുണ്ട, മെഹ്മൂദ് കൈക്കമ്പ, MK അലി മാസ്റ്റർ, നാഫി ബപ്പായത്തൊട്ടി, BM മുസ്തഫ, റഹ്മാൻ ഗോൾഡൻ, അമീർ മാസ്റ്റർ, അഡ്വക്കേറ്റ് കരീം പൂന, അബു തമാം, ബാലാമണി ടീച്ചർ, ജലീൽ ഷിറിയ, സീനത്ത് സക്കരിയ, മൻസൂർ മല്ലത്ത്, ഹമീദ് കോസ്മോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജോഡ്കൽ ജനാർദ്ദന കലാവൃന്ദ ക്ലബിനായി പുതിയ കെട്ടിടം ഒരുങ്ങി. ഉദ്ഘാടനം 6-ാം തീയതി കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അധ്യക്ഷൻ K. പ്രതാപ് ചന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ മംഗളൂരു പോലീസ് കമ്മീഷണർ TR സുരേഷ് മുഖ്യാതിഥിയായിരിക്കും. കർണാടകയിലെ വിധാന പരിഷത്ത് ചെയർമാൻ പ്രതാപ് ചന്ദ്ര ഷെട്ടി നിർവഹിക്കുകയാണ്. 1923 രൂപീകരിച്ച ഒരു ക്ലബാണ് ജനാർദ്ദന കലാവൃന്ദ എന്ന് പറയുന്നത്. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വികസനത്തിനുമായി കായിക രംഗങ്ങളിൽ വികസനത്തിനുമായി മുന്നിട്ടുകൊണ്ടിരിക്കുന്ന ക്ലബാണ്. സെഡ്ഡെ കയ്യാർ, സമ്പത്ത് കുമാർ, ഖാലിദ് ചോഡ്കൽ, ഫാറൂഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്രിക്കറ്റ് രംഗത്ത് കാസർഗോഡിന് അഭിമാനമായി തുഷാർ. കേരള സ്റ്റേറ്റ് അണ്ടർ-14 ക്രിക്കറ്റ് ടീമിലേക്ക് കാസർഗോഡ് BM ഹൈസ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിയും അടുക്കത്ത് ബയലിലെ ബാലകൃഷ്ണന്റെ മകനുമായ തുഷാറിനെ തിരഞ്ഞെടുത്തു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളിൽ നിന്നാണ് തുഷാറിനെ സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുത്തത്. തൊടുപുഴയിൽ ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന തുഷാർ വിശാഖപട്ടണത്ത് നടക്കുന്ന സൗത്ത് സോൺ ഇൻഡോസ്റ്റേറ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിനു വേണ്ടി പാഡണിയും. ന്യൂസ് ഡെസ്ക് KCN. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് ടൗൺ കൺവെൻഷൻ നടന്നു. ജനുവരി 8-9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങാൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ കൺവെൻഷൻ കേരള ഗ്രാമീണ ബാങ്ക് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. 1946 AIBA രൂപീകരിക്കുന്ന സമയത്ത് ബാങ്ക് ജീവനക്കാരൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ നേതാക്കന്മാർ നിരന്തരമായിട്ടുള്ള സമരങ്ങളിലൂടെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് അവരുടെ ശമ്പളം കളഞ്ഞ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ് ഈ സംഘടനയും അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാരൻ്റെയും എല്ലാം താല്പര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാം താല്പര്യങ്ങൾ ആദ്യകാലങ്ങളിൽ സംരക്ഷിച്ചത്. ആദ്യകാലങ്ങളിൽ അവരുടെ പട്ടിക്ക് കൊടുക്കുന്ന എലവൻസിനേക്കാളും കുറവായിരുന്നു അന്ന് ബാങ്ക് ജീവനക്കാരനുണ്ടായിരുന്ന ശമ്പളം. അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലൂടെയാണ് നമ്മുടെ ഈ ശമ്പള ഘടനയും മറ്റും മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. AIBA ജില്ലാ സെക്രട്ടറി EV മോഹനൻ അധ്യക്ഷനായി. AKBEF ജില്ലാ പ്രസിഡന്റ് P ശശിധരൻ, GND യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്പു നായർ, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മനോജ്, മാധവ ഭട്ട്, A ആനന്ദ്, C രാധാകൃഷ്ണൻ, KN അതിരഥൻ, VV ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസിന് തുടക്കമായി. അത്താവുള്ള തങ്ങൾ ഉദ്യാവാർ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഉറൂസിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി വിശ്വാസികളാണ് ഒഴുകിയെത്തുന്നത്. സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മതപ്രഭാഷണ പരിപാടി സയ്യിദ് അബ്ദുൽ റഹ്മാൻ സഹീർ അൽബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഓരോ വീടെടുത്ത് നോക്കിയാൽ, ഓരോ ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും ടെൻഷനാണ്, പ്രയാസമാണ്, സങ്കടമാണ്, ബേജാറാണ്, രോഗമാണ്, കടമാണ്.
ഇങ്ങനെ തുടങ്ങി നീണ്ട പട്ടിക നമുക്ക് വായിക്കാൻ കഴിയും. കടമ്പാർ മുദ്രിസ് MP മുഹമ്മദ് സഅദി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് സഅദി മുഖ്യ പ്രഭാഷണം നടത്തി. വേദിയിൽ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് P. ബർവ, സെക്രട്ടറി CA താജുദ്ദീൻ, കടമ്പാർ ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹൊസമനെ, സെക്രട്ടറി അബൂബക്കർ ഹാജി ഗാന്ധിനഗർ, AKM അഷ്റഫ്, അബൂബക്കർ മുസ്ലിയാർ, ഷഫീഖ് യമാനി, അബ്ദുല്ല മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം 12-ന് കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് കാസി ചിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ മുഹിയുദ്ദീൻ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തും. ഉറൂസ് നേർച്ച 11-ന് പകൽ നടക്കും. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. യുവതികളുടെ ശബരിമല ദർശനം, പ്രതിഷേധം ശക്തം. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ BJP യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ പിണറായി സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. വിഷയത്തിൽ ഇടത് സർക്കാരിന് കിട്ടുന്ന തിരിച്ചടി വലുതാണെന്ന് ഭാവി ബോധ്യപ്പെടുത്തുമെന്നും K. സുധാകരൻ. വനിതാ മതിലിൽ അണിചേർന്ന സ്ത്രീകളുടെ മഹാപ്രവാഹത്തിൽ സമനില തെറ്റിയാണ് BJP RSS സംഘപരിവാർ സംഘം ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതെന്ന് LDF ജില്ലാ നേതാക്കൾ. സംഘപരിവാർ ഫാസിസ്റ്റ് ശൈലിയെ ജില്ലയിലെ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും LDF നേതാക്കൾ. ജില്ലയിൽ വനിതാ മതിലിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് അണങ്കൂരിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിത ഇടപെടലിനെ തുടർന്നാണ് തീപിടുത്തത്തിൽ ആളപായമുണ്ടാകാതിരുന്നത്. ഉപ്പള റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് HRPM സായാഹ്ന ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.